ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖാണോ? ഓക്കെ, ഇന്ന് നമുക്കൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം കേട്ടോ. എൻ്റെ ഓൺ സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആണ്. സോ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ദെൻ മുളക് പൊടി, ഇത് നോർമൽ മുളക് പൊടിയാണ്, അത് ആഡ് ചെയ്യാം. ആവശ്യത്തിന് എരിവിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്യാം. പിന്നെ അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ആഡ് ചെയ്യണം. അത്യാവശ്യം ഒരു കളറൊക്കെ വേണ്ടേ, അപ്പോൾ അതിന് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്യണം. ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്യാം. പിന്നെ അതിലേക്ക് കരിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കരിവേപ്പില കുറച്ച് ഉണങ്ങിയ പോലെ ഉണ്ടാവും, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചി ആഡ് ചെയ്യണം, ഗ്രേറ്റ് ചെയ്തിട്ട് ചതച്ചിട്ടോ അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അരച്ചിട്ടോ ആഡ് ചെയ്യാം. പിന്നെ അതിലേക്ക് കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു സ്പൂണാണ് കേട്ടോ കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടുള്ളൂ. ദെൻ ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് ഒരു 1.5 സ്പൂൺ റവയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് വറുത്ത റവയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായതിൽ 2 സാധനം ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഒന്ന് ഗരം മസാലയാണ്, ആ ഗരം മസാലയും കൂടി ആഡ് ചെയ്യാം. പിന്നെ അതിലേക്ക് ചെറുനാരങ്ങ നന്നായിട്ട് സ്ക്യൂസ് ചെയ്ത് ഒഴിക്കാം. ഒരു ഒരു ചെറിയൊരു ചെറുനാരങ്ങയാണെങ്കിൽ അത് മുഴുവനും സ്ക്യൂസ് ചെയ്യാം. വലുതാണെങ്കിൽ ഒരു ഹാഫ് കേട്ടോ. പിന്നെ പാൻ അടുപ്പത്ത് വയ്ക്കുക. ഞാൻ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ചൂടായി. ഓൾറെഡി ഞാനൊരു 2-3 പീസ് എണ്ണ ചൂടായോ എന്നറിയാൻ വേണ്ടി ഇട്ടതാണ് കേട്ടോ. അപ്പം അതിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ നന്നായി ഓരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഈ എണ്ണയിലൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഞാൻ ഈ എണ്ണയിൽ നമ്മൾ കുറച്ചും കൂടി ഫ്ലേവർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഓണിയൻ ഇല്ലേ, ചെറുതാക്കി സ്ലൈസാക്കി കട്ട് ചെയ്തിട്ട്